അതിനേക്കാളും ഒക്കെ ഉത്പാദനം പറയുന്നത് ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അയാൾ ജനിക്കുന്ന പർവ്വതം എന്തിന് അടുത്തിരിക്കുന്ന ഉപകരണമോ വരെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ വളരെ ശക്തമായ വിശ്വാസം താരതമ്യം ചെയ്യും താരതമ്യം ചെയ്യും വളരെ ശക്തമായ വിശ്വാസം ആ മനുഷ്യൻ വിശ്വാസം എന്ന സ്വാധീനത്തെ ജ്യോതിഷ ഫലങ്ങളുടെ ന്യായീകരണമായിട്ട് നിങ്ങൾ കണക്കാക്കിയിട്ടുണ്ട്. ഭൂമിയിലുള്ള ചില ജ്യോതിശാസ്ത്ര സ്വാധീനങ്ങളെ സംസാരിക്കുന്ന അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില ഏറ്റവും കൂടുതൽ ഭൂമിയെ സ്വാധീനിക്കുന്നത് അത് വിശ്വാസം മാത്രമല്ല സൂര്യനിൽ നിന്നുള്ള ഊർജ്ജമാണ് ഭൂമിയുടെ ആത്യന്തികമായിട്ടുള്ള അൾട്ടിമേറ്റ് എനർജി സോഴ്സ് പറയാം. അത് ഇവിടെ പല രീതിയിൽ ചെറിയ രീതിയിൽ പുറത്തേക്ക് പോകുകയൊക്കെ ചെയ്യുന്നത് ഭൂമിയുടെ ബാലൻസ് നിലനിർത്തുന്നത് സൂര്യനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത് പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇതെല്ലാം നല്ലൊരു ബാലൻസ് നിലനിർത്തും. അതിന് പറയാൻ കണ്ടില്ല സ്വാധീനം എന്ന രീതിയിൽ വല്ലപ്പോഴും ഉണ്ടാകുന്ന സ്വാധീനത്തിൽ പ്രകടമായ സ്വാധീനം മനസ്സിലാക്കി കഴിഞ്ഞത് ഒന്ന് സീസൺ അല്ലെങ്കിൽ ഋതുക്കളാണ്. ഭൂമിയുടെ അച്ചുതണ്ടിന്റെ സ്വഭാവം അത് ഉരുഞ്ഞിട്ട് പോകും അതിന്റെ ബോക്സിന്റെ സ്വഭാവം ഇതിന്റെ സ്വഭാവം ഇങ്ങനെ പല കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഇതിനെ കുറിച്ചുള്ള പുതിയ ചാനൽ സംസാരിക്കും എങ്ങനെയാണ് ഋതുക്കൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആവർത്തിക്കുന്ന ഋതുക്കൾ ഒരു ജ്യോതിശാസ്ത്ര പ്രതിമാണ്. ഭൂമിയുടെ ജ്യോതിശാസ്ത്ര വസ്തു എന്നുള്ള ഐഡന്റിറ്റി പറഞ്ഞിട്ടുള്ളതാണ് ഋതുക്കൾ. മറ്റൊരു സ്വാധീനം ഭൂമി ഉണ്ടാകുന്ന വേരിയസ് വേരിയബിളാണ്. അവ എങ്ങനെ ഉണ്ടാകുന്നത് എന്നുള്ളതിന്റെ മെക്കാനിസം വിശദീകരിക്കാൻ കുറച്ചധികം വേറെ തന്നെ കാര്യങ്ങൾ പറയേണ്ടത് സ്വാധീനം വന്നിരുന്നില്ല. പക്ഷെ അതിന്റെ അടിസ്ഥാന കാരണം ചന്ദ്രന്റെയും സൂര്യന്റെയും പ്രത്യേകിച്ച് ഇതിനേക്കാൾ 400 മടങ്ങ് കൂടുതലായിട്ടുള്ള ചന്ദ്രൻ എന്ന് പറയുന്ന ആകാശത്തിന്റെ ഗുരുത്വ സ്വാധീനം കൊണ്ടാണ് അത് ജ്യോതിഷ പ്രവചനങ്ങൾക്ക് സാധ്യതയുള്ള അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാനുള്ള അവകാശമായി കൊണ്ടുവരുന്നത് കുറച്ച് അപകടം പിടിച്ചത്. എങ്ങനെയാണ് ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ഈ ബലം വേദിച്ച ബിന്ദുക്കളിലേക്ക് നയിക്കുന്നത് എത്രയാണ്? ഉദാഹരണത്തിന് ഭൂമി ഇങ്ങനെ അനുഭവമാണ് ചന്ദ്രൻ ഇവിടെയാണ്. ചന്ദ്രന്റെ ഗുരുത്വാകർഷണം കാരണം ഭൂമിയിൽ വേദിച്ചം ഉണ്ടാകുന്നതാണ്. അത് ചന്ദ്രൻ നിൽക്കുന്ന ദിശയിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ടാണ് വേദിച്ചം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അറിയില്ലെങ്കിൽ അറിഞ്ഞിരിക്കുന്ന കാര്യം ചന്ദ്രൻ ഈ ഭാഗം നിൽക്കുമ്പോൾ ഇവിടെ മാത്രമല്ല വേദിച്ചം ഉണ്ടാകുക, മറുവശത്ത് വേദിച്ചം ഉണ്ടാകുക. ഈ രണ്ട് സൈഡാണ് വേദികളൊക്കെ ഉണ്ടാകുന്നത്. ചന്ദ്രൻ നേരിട്ട് ആകർഷിച്ചുകൊണ്ട് വെള്ളം ചന്ദ്രനിലേക്ക് പോകുകയാണ്. അങ്ങനെയാണ് വേദിച്ചം ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് മറ്റൊരു ഇൻപുട്ട് നിർമ്മിക്കാൻ കഴിയുന്നത് ഗ്രഹണങ്ങളാണ്. അതിന് കാര്യമായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. സൂര്യഗ്രഹണം പോലെ ഒരുപാട് മാറ്റം പ്രധാനിക്കാം. കാരണം പകൽ സൂര്യന്റെ നല്ല പ്രകാശം കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. സാധാരണ സൂര്യപ്രകാശം പകൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രിയാകുന്നതിലൂടെ സൂര്യപ്രകാശം ആവശ്യപ്പെടുന്നതാണ് എക്ലിപ്സ് അല്ലെങ്കിൽ ഗ്രഹണങ്ങൾ നടക്കുന്നത്. ഇതൊക്കെ നമുക്ക് മനുഷ്യന്റെ ലൈഫിൽ ഉണ്ടാകുന്ന ജ്യോതിശാസ്ത്ര സ്വാധീനങ്ങൾ ആസ്ട്രോണമിക്കൽ ഇൻഫ്ലുവൻസ് ആയിരുന്നു. പക്ഷേ ജ്യോതിഷത്തിൽ പറയുന്ന ജ്യോതിശാസ്ത്ര ഗ്രഹങ്ങൾ മനുഷ്യനിൽ ചെലുത്തുന്നത് പറയപ്പെടുന്ന സ്വാധീനം ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയാവുന്നതാണ്. കാരണം ചില ചോദ്യങ്ങൾ നമുക്കറിയാം ആകാശത്ത് ഒരുപാട് വസ്തുക്കളുണ്ട്. അവയ്ക്കെല്ലാം സ്വന്തമായിട്ട് ഒരുപാട് ഗുണവിശേഷങ്ങൾ പുറത്തേക്ക് നക്ഷത്രങ്ങൾ സ്വന്തമായിട്ട് പ്രകാശം പുറത്തേക്ക് കിട്ടുന്നുണ്ട്. മറ്റു ഗ്രഹങ്ങൾ സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള വസ്തുക്കളൊക്കെയാണ്. അപ്പൊ ഈ വസ്തുക്കൾ ഭൂമിയിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ മാത്രം അതിനെ അസംബന്ധം വരുന്നത് കാരണം അത് ശാസ്ത്രീയമായിട്ടുള്ള ഒരു വാദമല്ല. പക്ഷെ അതൊരു ഗൈഡായിട്ട് സാധ്യമായ അവകാശവാദമാകുന്നുണ്ടെങ്കിൽ മറ്റു ചില ചോദ്യങ്ങൾ അത്തരം ചില ചോദ്യങ്ങളാണ് ആകാശഗ്രഹങ്ങൾ ഇന്നലെ ഒരു നമ്മൾ ഗ്രഹങ്ങളിലാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം എന്ന് നമുക്കറിയാം. ഗ്രഹങ്ങൾ ഏതൊക്കെയാണ്
നമുക്ക് ഏതൊക്കെ രാശികളിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ എന്തൊക്കെയാണ് അവയുടെ പരസ്പരമുള്ള ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിൽ നിങ്ങളുടെ ജീവിതം ഭാവി നിർണ്ണയിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങൾ ജനിച്ച സ്ഥലത്തെ ഗ്രഹനില അടയാളപ്പെടുത്തിയിരിക്കുന്ന രാത്രി നിങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ വായിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ജ്യോതിഷ മനസ്സിലാക്കും എന്തൊക്കെ വായിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ പ്രധാന എഴുത്തുകൾ എന്തൊക്കെയാണ് ഒന്ന് നിങ്ങളുടെ ജന്മം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ ആണാണ് പെണ്ണാണ് ഇത് ഗ്രഹനിലയിൽ നിങ്ങൾ വായിച്ചെടുക്കാൻ കഴിയില്ല അതിന് ഈ ജാതകത്തിലൂടെ പുരുഷനാണ് സ്ത്രീയാണ് ഒരു ഗ്രഹനില കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഉടമസ്ഥൻ നിലവിൽ ജീവിച്ചിരിക്കുമ്പോൾ മരിച്ചുപോയോ എന്നറിയാൻ ആളുകളുണ്ട് ഗ്രഹനില ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു പ്രത്യേക സമയത്ത് എഴുതുന്ന ഒരു ടൈം സ്റ്റാമ്പാണ് എന്നുള്ളതാണ് അതൊരു മനുഷ്യന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ ജന്മത്തിന് വേണ്ടിയിട്ടോ ഒരു കെട്ടിടത്തിന്റെ ആദ്യത്തെ ഇന്നോവേഷനോ അല്ലെങ്കിൽ ഏതൊരു പോയിന്റ് ഓഫ് ടൈമിങ് അടയാളപ്പെടുന്നത് ഗ്രഹനില മാത്രം കണ്ടു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടിയാണ് എഴുതപ്പെട്ടത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അതൊരു ആദ്യത്തെ ഒരു ആരാധനയുടെ ജാതകത്തെ പൂജ നടത്തിയാണോ അതോ രാജാവിന്റെ മകൻ സമയത്താണ് മാറ്റിയത് അതായത് ഒരു ഗ്രഹനിലയിൽ നോക്കി അതിന്റെ പൊതുവെ ജാതകൻ എന്നാണ് വിളിക്കുന്നത് ആ ജാതകത്തിലെ ആ ഗ്രഹനിലയിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം മാത്രം നോക്കി അയാൾ ആണാണ് പെണ്ണാണ് നിലവിൽ മനുഷ്യനാണ് മൃഗമാണ് എന്നൊന്നും പറയാനാണ്